നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹരിത വിപ്ലവം എന്ന മേഖലയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഹരിതം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, പച്ചപ്പാണ് എന്നറിയാം അല്ലെ. വിപ്ലവം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഒരു സമ്പൂർണ്ണമായ ഒരു മാറ്റം കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗമാണ് പച്ചപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാർഷിക രംഗത്ത് ഒരു മഹത്തായ പുരോഗതി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകൂടം ആസൂത്രിതമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി, അതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. എന്നാൽ ഇത് നമ്മുടെ രാജ്യത്ത് മാത്രം നടപ്പിലാക്കിയൊരു കോൺസെപ്റ്റ് അല്ല. ഈ കോൺസെപ്റ്റ് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോകത്ത് കൊടും ക്ഷാമമുണ്ടായി, പട്ടിണി മരണങ്ങളുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ ഓരോ രാഷ്ട്രങ്ങളെയും കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വാരിവിതറിയ ബോംബുകൾ, സ്ഫോടനങ്ങൾ, ഇതെല്ലാം കാർഷിക മേഖലയെ അപ്പാടെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ലോകം വറുതിയിലേക്കും പട്ടിണിയിലേക്കും വഴുതി വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയിൽ കുറച്ച് പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ഭക്ഷ്യ ഉൽപ്പാദനം നടത്തണം, കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം. കുറച്ച് സ്ഥലത്തുനിന്ന് കുറച്ച് മുതൽ മുടക്കിൽ നിന്ന് ഒരുപാട് ആളുകളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ലോകത്തിലെ പല പ്രമുഖ ശാസ്ത്രകാരന്മാരും തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ വില്യം ഗൗഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തലയിൽ മുളച്ചു വന്ന ഒരു ആശയമാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ച് വില്യം ഗൗഡിന് വ്യക്തമായ ഒരു പദ്ധതി ഇല്ലായിരുന്നു, ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പദ്ധതി വില്യം ഗൗഡ് ഉദ്ദേശിച്ചതിനേക്കാൾ മഹത്തായ രീതിയിൽ നടപ്പിലാക്കിയ മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നോർമൻ ബോർലോഗ് എന്നാണ് പറയുന്നത്. നോർമൻ ബോർലോഗ് ഒരു അമേരിക്കക്കാരനായ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ ഹരിത വിപ്ലവം നടപ്പിലാക്കാൻ നിശ്ചയിച്ചു. അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചാൽ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, യന്ത്രങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരുപാട് വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചത്. ഇത് കണ്ടെത്തി മുന്നോട്ട് വെച്ച് വിജയിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് അമേരിക്കക്കാരനായ ഒരു കാർഷിക ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലോഗാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രമായ അമേരിക്കയിലല്ല അദ്ദേഹം ഈ ആശയം നടപ്പിലാക്കിയത്. അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു രാജ്യമുണ്ട്. രാജ്യത്തിൻ്റെ പേരാണ് മെക്സിക്കോ എന്ന് പറയും. മെക്സിക്കോ എന്ന രാജ്യം അവിടെയാണ് നടപ്പിലാക്കിയത്. ദാരിദ്ര്യം ഉള്ള രാജ്യമാണ് മെക്സിക്കോ. അതുകൊണ്ട് തന്നെ മെക്സിക്കൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അമേരിക്കൻ ഏജൻസി, NGO ഉണ്ട്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയും. അമേരിക്കയിൽ ഒരു ശതകോടീശ്വരനായിരുന്ന വ്യക്തിയാണ് റോക്ക്ഫെല്ലർ. നമ്മളിന്ന് ബിൽ ഗേറ്റ്സ് എന്നൊക്കെ പറയുന്ന അതിനേക്കാളൊക്കെ വലിയ കോടീശ്വരൻ അദ്ദേഹമായിരുന്നു ഈ പറയുന്ന റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന വ്യക്തി. ആ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് മെക്സിക്കോയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയത്. 1945 കൂടിയാണ് പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. അത് വൻ വിജയമായതിനെ തുടർന്ന് പല രാഷ്ട്രങ്ങളും അത് ഏറ്റെടുത്തു. അത്തരത്തിൽ നമ്മുടെ ഏഷ്യയിൽ ഈ ഹരിത വിപ്ലവം അതീവ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം. ഏഷ്യൻ രാജ്യമാണ്, നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ളൊരു രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത്. ആ ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്ന രമൺ മഗ്സസെ, അവരുടെ രണ്ടാമത്തെ പ്രസിഡൻറ്റോ മറ്റോ ആയിരുന്നു അദ്ദേഹം. ആ രമൺ മഗ്സസെയാണ് ഇത് അവിടെ ഗംഭീരമായ രീതിയിൽ നടപ്പിലാക്കി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ രമൺ മഗ്സസെയുടെ മരണശേഷം ഈ മഗ്സസെ പുരസ്കാരം എന്ന് പറയുന്നൊരു പുരസ്കാരം 1958 മുതൽ നൽകി വരുന്നുണ്ട്. അത് നൽകി വരുമ്പോൾ അതിൻ്റെ സാമ്പത്തിക സമാഹരണം അല്ലെ, ഏഷ്യൻ നോബൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മഗ്സസെ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആചാര്യ വിനോബ ഭാവെക്കാണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ സമ്മാനത്തുകയും മറ്റ് ചിലവുകളും എല്ലാം പിടിക്കുന്നവരാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് ഹരിത വിപ്ലവം ലോകത്തെമ്പാടും എത്തിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിജയിച്ച രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പൈൻസാണ്. നമ്മുടെ ഇന്ത്യയിലും ഇത് വിജയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒന്നാമത്തെ ഘട്ടം നടപ്പിലാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത് 1966 ശേഷമാണ്. കാരണം 1962 ഇന്ത്യ ചൈന യുദ്ധം, തുടർന്ന് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇതിനിടയിൽ സംഭവിച്ച വരൾച്ച, ക്ഷാമം, ഇതെല്ലാം കാരണം നമ്മുടെ പഞ്ചവത്സര പദ്ധതി, അതായത് 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതിയും 1956 രണ്ടാം പഞ്ചവത്സര പദ്ധതിയും വിജയിച്ചതിനെ തുടർന്ന് 1961 നടപ്പിലാക്കിയ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 62 65 യുദ്ധം കാരണവും വരൾച്ച കാരണവുമൊക്കെ പരാജയപ്പെട്ടുപോയി. പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ
നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇങ്ങനെയുള്ള പ്രധാനമന്ത്രിമാരുടെ പെട്ടെന്നുണ്ടായ മരണമെല്ലാം ഈ പദ്ധതിയുടെ പരാജയത്തിന് കാരണമായി. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഫണ്ട് എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥ ഒന്നും പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വാർഷിക പദ്ധതികൾ തൽക്കാലത്തേക്ക് നടപ്പിലാക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഏറ്റവും അനിവാര്യമായത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്ഷ്യമേഖലയ്ക്ക് ഒരു കുതിപ്പ് അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ആ സമയത്ത് MP സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഹരിത വിപ്ലവത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, അതേപോലെ കാർഷിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അഗ്രികൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്ന C. സുബ്രഹ്മണ്യം, ഇവരുടെ മനസ്സിൽ നോർമൻ ബോർലോഗിൻ്റെ ആശയം എന്ത് ചെയ്തു, വിരിഞ്ഞു. അവരെന്ത് ചെയ്തു, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കാർഷിക പ്രതിഭാധനനായ നമ്മുടെ MS സ്വാമിനാഥനെ വിളിക്കുകയും കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ MS സ്വാമിനാഥൻ വില്യം ഗൗഡ് മുന്നോട്ട് വെച്ച നോർമൻ ബോർലോഗ് അതീവ ഭംഗിയായി നടപ്പിലാക്കിയ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയം നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടുത്തി. ഗവൺമെൻറ് അതിനെ തുടർന്ന് എന്ത് ചെയ്തു, ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പഴയ പ്രോഗ്രാമിനെ ഒന്നുകൂടി പുതുക്കിയെടുത്തു. 1961 ഇത് പാക്കേജ് പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കർഷകർക്ക് സാമ്പത്തിക സഹായങ്ങൾ, കാർഷിക സഹായങ്ങൾ എന്നിവ ഒരു പാക്കേജായിട്ട് അനുവദിച്ചുകൊണ്ട് കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന പദ്ധതി. അതാണ് ഈ പറയുന്ന IADP എന്ന് പറയുന്ന ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് 1961 പാക്കേജ് പ്രോഗ്രാം എന്ന രീതിയിൽ നടപ്പിലാക്കിയത്. ഇനി അടുത്തത് ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം എന്ന് പറയും. ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇത് 1964-65 നടപ്പിലാക്കിയത്. 1964-65 നടപ്പിലാക്കിയ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഏരിയ പ്രോഗ്രാം, ഇത് IAAP എന്ന ചുരുക്കപ്പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും പൈലറ്റ് പ്രൊജക്റ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഹരിത വിപ്ലവത്തിന് മുന്നോടിയായിട്ട് കൊണ്ടുവരികയാണ്. അതിനെ തുടർന്ന് എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വികസിപ്പിക്കുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ തുടങ്ങുകയാണ്. അങ്ങനെ കല്യാൺ സോന എന്നും സൊണാലിക എന്നും ഒക്കെ പറയുന്ന വിത്തിനങ്ങൾ വരികയാണ്. അതിന് പുറത്തെന്താണ്, സർബതി സൊനാറ എന്ന് പറയുന്ന ഒരു ഗോതമ്പിനം നമ്മുടെ MS സ്വാമിനാഥൻ വിളയിപ്പിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ കാർഷിക മേഖലയിലേക്ക് സമഗ്ര പുരോഗതി നൽകിക്കൊണ്ട് 1966 മുതൽ 70 വരെയുള്ള ഒന്നാമത്തെ ഘട്ടത്തിൽ ഇന്ത്യ ഒരു ഭക്ഷ്യമിച്ച രാഷ്ട്രമെന്ന രീതിയിലേക്ക് വളരുന്നതിന് കാരണമായി. അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, അതിന് ചുക്കാൻ പിടിച്ച MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളുണ്ട് അല്ലേ, ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം നമ്മുടെ നാട്ടിലെ കാർഷിക വിപ്ലവത്തെക്കുറിച്ച് എഴുതിയതാണ്. അതേപോലെ തന്നെ മറ്റൊരു പുസ്തകമുണ്ട്, ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, അതായത് പട്ടിണി കൂടാത്ത ഒരു ലോകത്തിനായിട്ടുള്ള പരിശ്രമം അല്ലേ. അതേപോലെ തന്നെ എന്തായിരിക്കാം, വീറ്റ് റവല്യൂഷൻ എന്ന പേരിൽ മറ്റൊരു പുസ്തകം. എന്തുകൊണ്ടെന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം വിത്തനങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ വിളവ് നൽകിയതും വിജയിച്ചതുമായ പരീക്ഷണം എന്ന് പറയുന്നത് ഹരിത വിപ്ലവം തന്നെയായിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പഞ്ചാബ്, ഹരിയാന, അതേപോലെ ആന്ധ്രാപ്രദേശ് മുതലായ ചില കാർഷിക സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വിജയം കൈവരിച്ചത്. അതേ തുടർന്ന് ആ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ നിന്നും പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് പല പ്രദേശങ്ങളിലേക്കും ഈ പറയുന്ന കാർഷിക വിപ്ലവമെല്ലാം ഗവൺമെൻറ് വ്യാപിപ്പിക്കുന്നതിന് മുൻകൈ എടുക്കുകയാണ്. ഇങ്ങനെ ലോകത്തിന് നല്ല മഹത്തായൊരു മാർഗം കാണിച്ചു കൊടുത്ത ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയം ലോകത്തെമ്പാടും എത്തിച്ച ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യയിൽ പോലും ഇത്തരത്തിലുള്ള കാർഷിക പുരോഗതിക്ക് കാരണഭൂതനായ നോർമൻ ബോർലോഗിനൊരു അവാർഡ് കൊടുക്കുവാനായിട്ട് നമ്മുടെ ലോകം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള, ലോകത്തിൻ്റെ പട്ടിണി മാറ്റിയ മനുഷ്യൻ എന്നുള്ള സമാധാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. 1970 കാർഷിക ശാസ്ത്രജ്ഞൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് നമ്മുടെ നോർമൻ ബോർലോഗ് എന്ന് പറയുന്നത്. ഈ നോർമൻ ബോർലോഗ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് തുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം തുകയും കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ബോർലോഗ് പുരസ്കാരം എന്ന് പറയുന്നൊരു പുരസ്കാരം അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ പുരസ്കാരമാണെന്ന് വേൾഡ് ഫുഡ് പ്രൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേൾഡ് ഫുഡ് പ്രൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വേൾഡ് ഫുഡ് പ്രൈസ് ലഭിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ MS സ്വാമിനാഥൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള MS സ്വാമിനാഥൻ അദ്ദേഹം കഴിഞ്ഞ ഇടയിൽ മരണപ്പെടുകയാണ്. അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്, മങ്കൊമ്പ് സ്വദേശിയാണ് MS സ്വാമിനാഥൻ. ആ MS സ്വാമിനാഥന് ഗവൺമെൻറ് ഈ കഴിഞ്ഞ ഇടെ, അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഭാരതരത്ന ബഹുമതി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഒരു പേര് ഇപ്പോൾ പ്രസക്തമായി വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഇതേപോലെ ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ ഉൽപ്പാദനം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഉൽപ്പാദനം ഷോർട്ടായിരുന്ന കാലഘട്ടത്തിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഉൽപ്പാദനം വർദ്ധിച്ചു. പിന്നെയോ കുറഞ്ഞ വിലയ്ക്ക്, അതായത് കുറഞ്ഞ വിലയ്ക്ക് ധാന്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങി. കാരണം ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് വർദ്ധിച്ചപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ധാന്യം ലഭ്യമായി എന്ന് പറയാം.
അതേപോലെ കൃഷിഭൂമിയുടെ അളവ് വർദ്ധിച്ചു. കുറച്ച് സ്ഥലത്ത് മാത്രം കൃഷി ചെയ്തിരുന്ന വിളവ് കൂടുതൽ കിട്ടുന്നുവെന്ന് കണ്ടപ്പോൾ എന്തായി, കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി ആളുകൾ കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കാൻ തുടങ്ങി. അങ്ങനെ കൃഷിഭൂമിയുടെ അളവ് വർദ്ധിക്കുകയാണ്. അതേപോലെ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വന്നിരുന്ന നമ്മുടെ ഭാരത നാട് വിദേശ രാജ്യങ്ങളിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നൊരു ഭക്ഷ്യമിച്ച രാഷ്ട്രമായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ്. എങ്കിൽ ഈ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ എന്തെല്ലാം എന്ന് കൂടി നമ്മൾ അറിയണം, അല്ലേ? ഇന്ത്യ ഒരു ഭക്ഷ്യമിച്ച രാജ്യമായിട്ട്, ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചൊരു രാജ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തെല്ലാമാണ്? റീസൺസ് ഒന്ന്, അത്യുൽപാദന ശേഷിയുള്ള വിത്ത്, അല്ല, അത്യുൽപാദന ശേഷിയുള്ള വിത്ത് അവിടെ വരികയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്ത് നൽകിയത് വഴി ഉൽപാദനം വർദ്ധിച്ചു. അതായത് ചെറിയ വിളവ് ലഭിച്ചിരുന്ന സ്ഥാനത്ത് വലിയ വിളവ് ലഭിക്കുവാനായിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിൻ്റെ ഉപയോഗം സഹായകരമായി. ഇനി അതേപോലെയോ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം വന്നു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചതുവഴി കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളും അതേപോലെ ആക്രമണകാരികളായിട്ടുള്ള മറ്റ് ചാഴികളും എല്ലാം എന്താണ്, അതിൻ്റെ എല്ലാം ഉപദ്രവം കുറഞ്ഞു, വിളവ് നല്ല രീതിയിൽ ലഭിച്ചു. അങ്ങനെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം സഹായകരമായി മാറി. പിന്നെയോ ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യങ്ങളൊക്കെയാണ്. അല്ലാത്ത പ്രദേശങ്ങളിൽ കൃഷി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായതിനാൽ ജലസേചനത്തിനായിട്ടുള്ള ചാലുകളും കനാലുകളും മോട്ടോർ പമ്പ് സെറ്റുകളും എല്ലാം സംവിധാനങ്ങളും എല്ലാം ഇണക്കിക്കൊണ്ടുകൊണ്ടെന്നാണ് കൃഷി എന്ന് പറയുന്നത് എല്ലാ സമയത്തും ജലലഭ്യത ഉറപ്പുവരുത്തി. അങ്ങനെ കൃഷി വിജയകരമായിട്ട് മാറി. അതുപോലെ ആധുനിക കാർഷിക ഉപകരണങ്ങൾ, അത് കാളയും കലപ്പയും ഉപയോഗിച്ചുകൊണ്ട്, തൂമ്പയും മൺമട്ടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കർഷകർക്ക് ട്രാക്ടറും ട്രില്ലറുകളും എല്ലാം നൽകിയത് വഴി കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ കൃഷി ഒരുക്കുന്നതിന്, നിലമൊരുക്കുന്നതിന് കർഷകർക്ക് സാധിക്കുകയാണ് ഉണ്ടായത്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമായി. അതായത് പ്രാദേശികമായിട്ടുള്ള പണമിടപാടുകാരിൽ നിന്നും പലിശക്കാരിൽ നിന്നുമെല്ലാം വായ്പയെടുത്തിട്ട് കൃഷി നടത്തിക്കൊണ്ടിരുന്ന കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്കുകളുടെ വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി എന്താണ്, കാർഷിക രംഗത്തിൻ്റെ പുരോഗതിക്ക് നല്ല സംഭാവനകൾ നൽകുകയുണ്ടായിട്ടുണ്ട്. പിന്നെയോ യന്ത്രവൽക്കരണങ്ങൾ വരികയാണ്, അല്ലേ? യന്ത്രവൽക്കരണങ്ങൾ വന്നു. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണങ്ങൾ വരുന്നു. ട്രാക്ടർ, ട്രില്ലർ, മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം മുതലായ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെട്ടൊരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. പിന്നെയോ കർഷകർക്ക് സംഭരണത്തിന് ഉയർന്ന വില ലഭിക്കാൻ തുടങ്ങി. അതായത് ചുളുവിലേക്ക് കർഷകരിൽ നിന്ന് വിടനിലക്കാരൻ കടത്തിക്കൊണ്ടുപോയിരുന്ന ഭക്ഷ്യസാധനങ്ങൾക്ക് മതിയായ വിലയും മിതമായ വിലയും ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വരികയാണ്. പിന്നെയോ വിപണന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. അതായത് ആധുനികവൽക്കരണം വന്നു കഴിഞ്ഞപ്പോൾ കർഷകരിൽ നിന്ന് വിളവ് ഏറ്റെടുക്കുവാനും അത് കച്ചവടം ചെയ്യുവാനുമായിട്ടുള്ള മണ്ടികൾ എന്ന് പറയുന്ന വ്യാപാരശാലകളും വ്യാപാര കേന്ദ്രങ്ങളും എല്ലാം ഉടലെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതേപോലെ തന്നെ കാർഷിക രംഗത്തിനെ തകർച്ചയ്ക്ക് അക്കം കൂട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ പോരായ്മകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ പോരായ്മകൾ പരിഹരിച്ച് മുന്നേറിയത് കൊണ്ട് മാത്രമാണ് ഹരിത വിപ്ലവത്തിൻ്റെ യഥാർത്ഥ ഗുണഫലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തെല്ലാമായിരുന്നു? ഒന്നാമത്തെ പോരായ്മ, ചെറുകിട വൻകിട കർഷകർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. 5 ഏക്കറിൽ കൃഷി ഇറക്കുന്ന ഒരു സാധാരണക്കാരനും 500 ഏക്കറിൽ കൃഷി ഇറക്കുന്ന ഒരു മുതലാളിയും തമ്മിലുള്ള അന്തരം പിന്നെയും വർദ്ധിച്ചു. 500 ഏക്കറിൽ കൃഷി ഇറക്കുന്നവനെ ഹരിത വിപ്ലവത്തിൻ്റെ പ്രയോജനം പൂർണ്ണമായിട്ടും ലഭിച്ചപ്പോൾ 5 ഏക്കറിൽ കൃഷി ഇറക്കുന്നവനെ അത്രത്തോളം പൂർണ്ണമായിട്ട് ലഭ്യമായില്ല. ഇത് ചെറുകിടക്കാരും വൻകിടക്കാരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കർഷകർക്ക് ഗുണം ലഭിച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? കർഷകർക്ക് എന്ത് ഗുണമാണ് ലഭിച്ചത്? ധനികരായ കർഷകർക്ക് മാത്രമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം ലഭിച്ചത്. വായ്പകളാണെങ്കിൽ തന്നെ കൂടുതൽ ഭൂമിയുള്ള ആളുകൾക്ക് കൊടുക്കുവാനായിരുന്നു ബാങ്കുകൾക്ക് പോലും താല്പര്യമുണ്ടായിരുന്നത്. കാരണം തിരിച്ചടവ്, ക്രയശേഷി എന്നിവയെല്ലാം ഒരു കർഷകൻ്റെ ഭൂമിയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അന്നൊക്കെ നിശ്ചയിച്ചിരുന്നത് എന്നതായിരുന്നു അടിസ്ഥാന കാരണം. പിന്നെയോ ഹരിത വിപ്ലവം നടപ്പിലാക്കപ്പെട്ടത് 1-ാം ഘട്ടം ഇന്ത്യ മുഴുവനും നടപ്പിലാക്കിയില്ല. 1-ാമത്തെ ഘട്ടത്തിൽ ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഹരിത വിപ്ലവം നിജപ്പെടുത്തിയത് വഴി ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇനിയോ ആധുനിക കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടിയെന്നാണ്, അല്ല, കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. അതായത് നിലമൊരുക്കാനും അതേപോലെ ആ കൃഷി ഇറക്കുന്നതിനുമൊക്കെ പണം എന്ന് പറയുന്നത് കർഷകൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ കർഷകൻ്റെ കയ്യിൽ പണം ഉണ്ടാവാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വായ്പയെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വായ്പയെ ആശ്രയിക്കുന്നതുകൊണ്ട് കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെയോ കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്, അല്ല? കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ടൊരു കർഷകൻ ജീവിക്കേണ്ടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ജീവിച്ചു. അവന് മെച്ചപ്പെടുത്താൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങളൊന്നും തന്നെ ആദ്യകാലങ്ങളിൽ കാർഷിക മേഖലയിൽ നിന്നും ലഭിച്ചില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെയോ മറ്റൊരു സാഹചര്യം എന്നത് യന്ത്രവൽക്കരണവും തൊഴിൽ നഷ്ടവും എന്ന് പറയുന്നതാണ്. അതായത് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വന്നപ്പോൾ
നമുക്കിവിടെ മറ്റിതര മേഖലകൾ, വ്യവസായശാലകളോ വ്യവസായ സംരംഭങ്ങളോ ഒന്നും അധികം വന്നിട്ടില്ലാത്തൊരു നാടായിരുന്നു അന്ന് നമ്മുടെ നാട്. കൂടുതൽ ആളുകളും തൊഴിലിനായിട്ട് കൃഷിയെ ആശ്രയിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന രീതിയിൽ ആധുനിക കൃഷി ഉപകരണങ്ങൾ വന്നപ്പോൾ അത് തൊഴിൽ ലഭ്യത എന്ന് പറയുന്നത് കുറയ്ക്കുന്നതിനിടയാക്കി എന്ന് പറയുന്നു. പിന്നെയോ കീടങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് ഉണ്ടായപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെ ഈ കീടങ്ങളെ ചെറുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള കീടനാശിനി പ്രയോഗങ്ങൾ പലർക്കും വശമില്ലായിരുന്നതും ഒരു കാരണമാണ്. പിന്നെ എല്ലാ മേഖലയിലും എല്ലാ തരത്തിലുള്ള വിളകളും പരീക്ഷിച്ചെങ്കിലും ഗോതമ്പ് എന്ന് പറയുന്ന വിള മാത്രമാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഒരു വീറ്റ് റവല്യൂഷൻ മാത്രമായി പോയി എന്ന് പറയുന്ന ഒരു ആക്ഷേപവും ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റും മറ്റുമൊക്കെ എന്താണ് ഈ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ പോരായ്മകളെല്ലാം കണ്ടു മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഇതെന്നും നിലനിൽക്കേണ്ടതാണെന്നും ഭക്ഷ്യ ലഭ്യതയും ഭക്ഷ്യ മിച്ച പിടിക്കുന്ന അവസ്ഥയും എന്നെന്നും നിലനിൽക്കേണ്ടതാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എവർഗ്രീൻ റവല്യൂഷൻ അഥവാ നിത്യഹരിത വിപ്ലവം എന്ന പേരിൽ എന്ത് ചെയ്തു, കാർഷിക മേഖലയുടെ പുരോഗതിക്കായിട്ട് ധാരാളം പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കിഴക്കേ ഇന്ത്യയിൽ, അതായത് നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യയിൽ, ബ്രിങ് ഗ്രീൻ റവല്യൂഷൻ ടു ഈസ്റ്റേൺ ഇന്ത്യ, കിഴക്കേ ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്ത്, അതായത് നമ്മുടെ ആസാം, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, കിഴക്കൻ UP മുതലായ പ്രദേശങ്ങളെയാണ് നമ്മൾ കിഴക്കേ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ കിഴക്കേ ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൂടുതൽ മെച്ചപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് 2010-11 കാലഘട്ടത്തിൽ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയുണ്ടായി എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റിയ, നമ്മുടെ രാജ്യത്തെ ഒരു ഭക്ഷ്യ ഉൽപ്പാദന കാര്യത്തിൽ സ്വയം പര്യാപ്തത നൽകിയ ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ച ഒരു സംവിധാനമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം എന്ന മേഖലയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ചില പേരുകളുണ്ട്. അതിലൊന്നാണ് വില്യം ഗൗഡ്, ആശയം നൽകിയ വ്യക്തി. ഹരിത വിപ്ലവം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നതിന് കാരണമായ കണ്ടെത്തൽ നടത്തിയ വ്യക്തിയാണ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആണ്. അവിടുത്തെ പ്രസിഡന്റായ രമൺ മാഗ്സസെയാണ്. അതുകൊണ്ടാണ് മാഗ്സസെ പുരസ്കാരത്തിന് ഏഷ്യൻ നോബൽ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കാർഷിക ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലോഗാണ് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ള ഏക കാർഷിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തുടങ്ങി വെച്ച ബോർലോഗ് പുരസ്കാരമാണ് വേൾഡ് ഫുഡ് പ്രൈസ് ഓർഗനൈസേഷൻ വേൾഡ് ഫുഡ് പ്രൈസ് എന്ന പേരിൽ ഒക്ടോബർ 16 നൽകുന്നതെന്നും ഇതാദ്യമായിട്ട് ലഭിച്ച വ്യക്തി നമ്മുടെ MS സ്വാമിനാഥനാണെന്നും പിന്നീട് വർഗീസ് കുര്യൻ എന്ന് പറയുന്ന നമ്മുടെ ധവള വിപ്ലവത്തിൻ്റെ പിതാവിനും ഇത് ലഭിച്ചിട്ടുണ്ട് എന്നും നമ്മൾ ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിൻ്റെ നായകൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് MP സിംഗ് എന്ന് പറയുന്ന അഡ്വൈസറാണ്. അതേപോലെ അന്നത്തെ കാർഷിക വകുപ്പ് മന്ത്രിയായിരുന്ന C സുബ്രഹ്മണ്യമുണ്ട്, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുണ്ട്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥനുമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മറക്കാതെ പഠിക്കുക. ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.